പീഡനക്കേസിൽ റാപ്പർ വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്നും വാദം തുടരും. ഇന്നലെ നടന്ന വാദത്തിനൊടുവിൽ കേസിൽ വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഇടക്കാല നിർദ്ദേശം നൽകി. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമാകും വരെ അറസ്റ്റ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇത് കേസിൽ വേടന് താൽക്കാലിക ആശ്വാസമായി. ചൊവ്വാഴ്ച നടന്ന വാദത്തിൽ പരാതിക്കാരി വേടനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ആവർത്തിച്ചു. വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചതെന്നും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പോയതോടെ മാനസിക നില തകരാറിലായെന്നും തുടർന്ന് കാലങ്ങളോളം ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ടെന്നും ഏറെ കാലമെടുത്താണ് സാധാരണ ജീവിതത്തിലേക്ക് തനിക്ക് മടങ്ങി വരാനായതെന്നും പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു. വേടനെതിരെ 2 ലൈംഗികാതിക്രമ പരാതികൾ കൂടി ഉയർന്നിട്ടുണ്ടെന്നും പരാതിക്കാരിയുടെ അഭിഭാഷക കോടതിയെ അറിയിച്ചു. ചൊവ്വാഴ്ചത്തെ വാദത്തിനിടെ കോടതി സുപ്രധാനമായ ചില ചോദ്യങ്ങളും ഉന്നയിച്ചു. പ്രണയകാലത്തെ ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗ കുറ്റമായി ആരോപിക്കാൻ കഴിയുമോ എന്നായിരുന്നു വാദത്തിനിടെ ഹൈക്കോടതിയുടെ ചോദ്യം. മുൻപത്തെ വാദത്തിലടക്കം യുവ ഡോക്ടറുമായുള്ള ബന്ധം വേടൻ നിഷേധിച്ചിരുന്നില്ല. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണം തെറ്റാണെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുമായിരുന്നു വേടന്റെ വാദം. ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷന്റെ വാദം ഇതുവരെ നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം വേടന്റെ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ പരാതിക്കാരിയും കക്ഷി ചേർന്നിരുന്നു. പ്രതിക്കെതിരെയുള്ള കൂടുതൽ രേഖകൾ ഹാജരാക്കാനും പരാതിക്കാരിക്ക് കോടതി സമയം അനുവദിച്ചു. അതേസമയം യുവ ഡോക്ടറുടെ പീഡന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ വേടനെ പോലീസിന് പിടികൂടാനായിരുന്നില്ല. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറത്തിറക്കിയിരുന്നു. അതിനിടെ വേടനെതിരെ 2 യുവതികൾ കൂടി ലൈംഗികാതിക്രമ പരാതികൾ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇരുവരും പരാതി നൽകിയത്. ഒരാൾ 2020-ലും മറ്റൊരാൾ 2021-ലും വേടനിൽ നിന്ന് അതിക്രമം നേരിട്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. കോഴിക്കോട്, കൊച്ചി, ഏലൂരിലെ സുഹൃത്തിന്റെ വീട്, തന്റെ ഫ്ളാറ്റ് എന്നിവിടങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചതായാണ് യുവ ഡോക്ടറുടെ പരാതി. വർഷങ്ങളോളം തന്നെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തെന്നും യുവതി ആരോപിക്കുന്നു. വേടന്റെ പാട്ടുകളോടും നിലപാടുകളോടും തോന്നിയ ആരാധനയെ തുടർന്നാണ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടത്. 2021 ഓഗസ്റ്റിൽ കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു. തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും അതിനിടയിൽ അനുമതിയില്ലാതെ തന്നെ ചുംബിക്കുകയും ചെയ്തെന്നും പിന്നീട് ബലാത്സംഗം ചെയ്തെന്നും 3 ദിവസം തന്നോടൊപ്പം വേടൻ അവിടെ താമസിച്ചെന്നുമാണ് യുവതിയുടെ പരാതി. പിന്നീട് കൊച്ചിയിലും ഏലൂരിലും വെച്ചും പീഡനം തുടർന്നു. 2023 ജൂലൈ മാസത്തിൽ വേടൻ കൊച്ചിയിലെ പരിപാടി കഴിഞ്ഞ് തന്റെ താമസ സ്ഥലത്തെത്തുകയും തനിക്ക് വേറെയും ബന്ധങ്ങളുണ്ടെന്നും ബന്ധങ്ങൾക്ക് നീ ഒരു തടസ്സമാണെന്നും പറഞ്ഞു. വളരെ ടോക്സിക് ആയ റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ മുമ്പിൽ നിന്ന് വേടൻ ഇറങ്ങിപ്പോയത്. ഇതിനുശേഷം തിരികെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും വേടൻ വന്നില്ല. ഇതിനു പിന്നാലെ താൻ വളരെ വിഷാദത്തിലായെന്നും പരാതിയിൽ പറഞ്ഞു. പിന്നീട് വേടൻ തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് പറയുകയും ആ ഘട്ടത്തിലാണ് അന്ന് തന്നെ ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്ന് മനസ്സിലായതെന്നും പരാതിയിലുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഒഴിവാക്കി പോവുകയാണ് ചെയ്തത്. തന്നെ ടോക്സിക് ആണെന്ന് പറഞ്ഞ് മാനസികമായി കൂടി തകർക്കുകയായിരുന്നു വേടന്റെ ലക്ഷ്യം. താൻ കടന്നുപോയ മാനസിക സമ്മർദ്ദത്തിന്റെയും അനുഭവിച്ച വിഷാദത്തിന്റെയും പശ്ചാത്തലത്തിലാണ് പരാതി കൊടുക്കാൻ വൈകിയതെന്നും യുവ ഡോക്ടർ പറഞ്ഞിരുന്നു. 2021 ഡിസംബറിൽ പാട്ട് റിലീസ് ചെയ്യാൻ പൈസ വേണമെന്നാവശ്യപ്പെടുകയും 10,000 രൂപ കൊടുക്കുകയും ചെയ്തു. ഡിസംബർ 19-ന് വീണ്ടും കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് 5,000 രൂപ കൊടുത്തു. 2021-23 കാലഘട്ടത്തിൽ ഏതാണ്ട് 16,000-ഓളം രൂപ നൽകി. ഇത്തരത്തിൽ പലപ്പോഴായി വേടൻ 31,000 രൂപ വാങ്ങിയിട്ടുണ്ട്. ഈ ബാങ്ക് ഇടപാടുകളുടെ വിശദാംശങ്ങളും പരാതിയുടെ ഭാഗമായി യുവതി നൽകിയിരുന്നു. കൂടാതെ 8,356 രൂപയ്ക്ക് വേടന് പലപ്പോഴായി ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ടെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്.